യേശുവെ പോലെ ആകുവാൻ. ബി ലൈക്ക് ജീസസ്. വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ലോകത്തിൽ പല രീതിയിലുള്ള മനുഷ്യരുണ്ട്. പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രം ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അത്യാവശ്യ സംഗതികൾ മാത്രം പാക്ക് ചെയ്ത് വിനോദയാത്ര പോകുന്നവർ, അത്യാവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവർ, അന്നന്ന് മാത്രം കഴിയാൻ വേണ്ടത് അധ്വാനിച്ചിട്ടുണ്ടാക്കി കുടുംബം പോറ്റുന്നവർ, എഴുതുന്ന ചിലർ വളരെ ചുരുക്കി വേണ്ടത് മാത്രം എഴുതി പോസ്റ്റ് ചെയ്യുന്നവർ, ആവശ്യത്തിന് മാത്രം വസ്ത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവർ. അതുപോലെ പുരുഷന്മാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നവരുമാണ്. എന്താണ് ഇവർ ഇങ്ങനെ? ചിന്തിച്ചിട്ടുണ്ടോ? ഇവരുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ അവർ വളരെ സംതൃപ്തരാണ്. വേണ്ടതെല്ലാം ഉണ്ട് എന്ന സംതൃപ്തി, അതുമതി ജീവിതം മുന്നോട്ട് പോകുവാൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 30-31 വായിക്കുമ്പോൾ ഇതുപോലെ ഒരു കാര്യം നമുക്കവിടെ കാണാം. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതാത്ത അനേക അടയാളങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ ചെയ്തു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. താൻ എപ്പോൾ എഴുതിയത് വളരെ കുറച്ച് മാത്രം. എല്ലാം എഴുതാത്തത് എന്തേ? 21-ാം അധ്യായം 25-ാം വാക്യത്തിൽ അതിന് ഉത്തരം അദ്ദേഹം തന്നെ നൽകുന്നുണ്ട്. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്ത് തന്നെയും ഒതുങ്ങിയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. യേശുവിൻ്റെ ജീവിതം യോഹന്നാൻ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുമ്പോൾ മറ്റു സുവിശേഷകരെ പോലെ ജനനത്തെപ്പറ്റിയോ ഉപമകളെപ്പറ്റിയോ ഒന്നും തന്നെ പറയുന്നില്ല. യേശു ചെയ്ത അത്ഭുതങ്ങളെ യോഹന്നാൻ അടയാളങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചരിത്രം എഴുതുകയല്ലായിരുന്നു യോഹന്നാൻ്റെ ഉദ്ദേശം. അടയാളം എന്നാൽ സൈൻ ബോർഡ്. എന്താണത് സൂചിപ്പിക്കുന്നത്? ഹൈവേയിൽ കൂടി നാം വാഹനം ഓടിക്കുമ്പോൾ ഒരു സൈൻ ബോർഡ് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കും. ഹോട്ടലോ പെട്രോൾ പമ്പോ എന്നൊക്കെ കാണുന്ന ബോർഡ് കാണുമ്പോൾ അവിടെ വാഹനം ചവിട്ടി നിർത്താറില്ല നാം ആരും. മറിച്ച് അതിലെഴുതിയിരിക്കുന്ന കാര്യത്തിലേക്കാണ് നാം പോകുന്നത്. നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേരാൻ അതിനു വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നതാണ് ഓരോ അടയാളങ്ങളും. സുവിശേഷത്തിൽ കാണുന്ന അടയാളങ്ങൾ വെള്ളം വീഞ്ഞാക്കിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും രോഗസൗഖ്യം നൽകിയതും വെള്ളത്തിന്മീതെ നടന്നതുമൊക്കെ കണ്ട് അവിടെ തന്നെ നിൽക്കുകയല്ല, മറ്റൊരു കാര്യത്തിലേക്ക് നമ്മെ അത് കൊണ്ടുപോകണം. സൈൻ ബോർഡിന് മലയാളത്തിൽ ചൂണ്ടുപലക എന്നാണല്ലോ നാം പറയുന്നത്. ഈ ഓരോ അത്ഭുതവും അടയാളങ്ങളും മറ്റൊന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അത് മറ്റാരുമല്ല, ക്രിസ്തുവിലേക്ക് നാം എത്തിച്ചേരണം എന്നുള്ളതാണ്. ഇന്ന് നാം അത്ഭുത രോഗസൗഖ്യവും ഭൗതിക വിടുതലുമൊക്കെ കണ്ട് അല്ലെങ്കിൽ അത് ലഭിച്ച് അവിടെ തന്നെ സന്തോഷിച്ച് നിൽക്കുകയാണ്, മുന്നോട്ട് പോകാതെ. ക്രിസ്തുവിലേക്ക് നമ്മുടെ യാത്ര എത്തുന്നില്ലെങ്കിൽ, നമ്മുടെ നോട്ടം എത്തുന്നില്ല എങ്കിൽ നാം ഇതൊക്കെ പ്രാപിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒന്ന് ചിന്തിച്ച് നോക്കൂ. യേശു അത്ഭുതം ചെയ്യാൻ വേണ്ടി മാത്രമാണോ ഈ ലോകത്തിലേക്ക് വന്നത്? അല്ല. ദയയും മനസ്സലിവും അനുകമ്പയും നിറഞ്ഞവനാകിയാൽ മനുഷ്യരെ കണ്ട് യേശു അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് അവരെ വിടുവിച്ചു, സൗഖ്യപ്പെടുത്തി. എന്നാൽ ക്രിസ്തു എന്തിനു വന്നു? നമ്മെ വീണ്ടെടുക്കാൻ. തൻ്റെ രക്തം ചിന്തി പാപികളായ നമുക്ക് അവൻ വീണ്ടെടുപ്പ് വില നൽകി. ഈ ലോകത്ത് മറ്റാർക്കും ചെയ്യാത്ത കാര്യം എന്നെയും നിന്നെയും നിത്യമരണത്തിൽ നിന്ന് വീണ്ടെടുക്കാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയത് 30-ാം വയസ്സിലാണ്. ക്രൂശീകരണത്തിന് ശേഷം ഉയർത്തു, പുനരുത്ഥാനം ചെയ്തു. പിന്നീട് 40 ദിവസം ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് നടന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ 20-24 അധ്യായങ്ങളിൽ ഒതുക്കി നിർത്താൻ കഴിയുകയില്ല. വേണ്ടത് മാത്രം നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കും നിത്യജീവനും വേണ്ടത് മാത്രം സുവിശേഷത്തിൽ ഓരോ സുവിശേഷകരും രേഖപ്പെടുത്തി. ഒരു ജീവചരിത്ര പുസ്തകമായിട്ടല്ല, മറിച്ച് ഓരോ സുവിശേഷകരും യേശുവിൻ്റെ വിവിധമായ ആംഗിളിലാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. തൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ കൂടുതലും യേശുവിൻ്റെ ജീവിത അവസാനത്തോടനുബന്ധിച്ച സംഭവങ്ങളും പുനരുത്ഥാനത്തിന് ശേഷമുള്ള സംഭവങ്ങളുമാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തു ദൈവപുത്രനാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്ന് വിശ്വസിക്കേണ്ടതിനാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയത്. ഒരു കാര്യത്തിൽ വിശ്വസിക്കേണ്ടതിന് അത്യാവശ്യം വേണ്ടത് എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ ഉള്ള വേദപുസ്തകത്തിലുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കേണ്ടതിന്. ഒരു ജഡ്ജിക്ക് വിധി പറയാൻ മതിയായ തെളിവുകൾ മതി.
കൂടുതൽ കൂടുതൽ തെളിവിൻ്റെ ആവശ്യം പിന്നെ വരുന്നില്ല. ആയതിനാൽ നാം വിശ്വസിക്കേണ്ടതിനായി 4 സുവിശേഷകരും 28, 16, 24, 21 അധ്യായങ്ങൾ വീതമുള്ള സുവിശേഷം എഴുതി. യേശു ദൈവപുത്രൻ എന്നത് വിശ്വസിക്കേണ്ടതിനാണ് ഈ എഴുതിയത്. ഈ എഴുതിയതിൽ കൂടുതൽ ഒന്നും വേണ്ട. ഇനി അതിനോടൊന്നും കൂട്ടിച്ചേർക്കേണ്ടതിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്തി തന്ന ഈ ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതിനും അവൻ്റെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും വേണ്ടിയാണ് ഇവ എഴുതിയത് എന്ന് യോഹന്നാൻ വ്യക്തമായി പറയുന്നു. അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ച നാം എന്നേക്കും മരിക്കാതിരിക്കേണ്ടതിന് ക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി ജീവൻ പ്രാപിക്കേണ്ടതിന് എഴുതിയ വചനങ്ങളാണ് ഇവയോരോന്നും. അവനിലുള്ള വിശ്വാസമാണ് നമ്മിൽ ജീവനായി പരിണമിക്കുന്നത്. ഒരു ഡോക്ടർ മരുന്ന് കുറിച്ച് തരുമ്പോൾ നാം അത് വിശ്വസിക്കുന്നു. അത് തരുന്ന ഡോക്ടറിലുള്ള വിശ്വാസം. ഈ മരുന്ന് കഴിച്ചാൽ സുഖമാകും എന്ന വിശ്വാസം. മരിക്കാതിരിക്കാൻ, മരണം നീട്ടിവെക്കാനുള്ള വിശ്വാസമല്ലേ ഇതൊക്കെ? എന്നാൽ ഇതിനേക്കാൾ ഉപരി നിത്യമരണത്തിൽ എത്താതിരിക്കാൻ, രണ്ടാം മരണത്തിലേക്ക് പോകാതിരിപ്പാൻ നമുക്ക് ഈ എഴുതപ്പെട്ട വചനത്തിൽ എഴുതപ്പെട്ട വചനമായ ക്രിസ്തുവിൽ വിശ്വസിക്കാം. വചനമാകുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ജീവനിലേക്ക് കടക്കാം എന്ന ആഹ്വാനത്തോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.